പകൽക്കാലം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാമെന്നുള്ള വാക്യമാണ്. ചില ദൂതുകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. അത് പറഞ്ഞത്, അന്ന് രാത്രി യഹോവ അവരോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിലേൽപ്പിക്കും. നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നീ പലപ്പോഴും മടിച്ചു നിൽക്കുന്ന ചില അവസ്ഥകൾ ഇറങ്ങിച്ചെല്ലുവാൻ, ചിലയിടത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ ദൈവം നിന്നെ കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ ഇറങ്ങി ചെല്ലാൻ അറച്ചു നിൽക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽക്കാലം തുറന്നു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഗിദെയോനെ ഈ 7-ാമത്തെ അധ്യായത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമായിരിക്കുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ച് എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോഴും ചില ബമ്പ് പറയുന്ന ചില വ്യക്തികൾ നിന്റെ മുൻപിലുണ്ട്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, നീ ആ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എൻ്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പകലിൽ അഭിഷക്തന്മാരെ ഒരു നിയോഗത്തോടെ ദൈവം പറഞ്ഞ് ചില പാളയത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ദൈവമാണ് അയച്ചെങ്കിൽ നിന്റെ കൂടെ ഒരു വലിയ വിടുതലും ജയവും സ്വർഗമൊരുക്കും. ആമേൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവഭക്തനെ പലയിടത്തും ഇറങ്ങിച്ചെല്ലാൻ, നിയോഗത്തോടെ ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ ഇന്നും പകച്ചു നിൽക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാൾക്കൽ മുട്ടുമടക്കിയ വിഷയത്തിന് ഗിദെയോനെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടുവാൻ ഇന്ന് പകൽക്കാലം മനസ്സുണ്ടെന്നേ. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന അഭിഷക്തന്മാരെ എക്കാലത്തും താങ്ങുന്ന, കരുതുന്ന, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലുന്ന ഒരു യോദ്ധാവായി, ഒരു യുദ്ധവീരനായി ദൈവം നിന്റെ കൂടെ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ പറയുന്നു, ഗിദെയോനെ, നീ ഇറങ്ങിച്ചെല്ല്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമോ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ദൈവം പറയുക, നീ ഇറങ്ങിച്ചെല്ല്, ഞാൻ നിന്റെ കൂടെയുണ്ട്. കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാൻ പോയാൽ ശരിയാകുമോ, ഞാൻ പോയാൽ കാര്യം നടക്കുമോ? നീ പോയാലേ അത് ശരിയാകത്തുള്ളൂ. സ്തോത്രം. പലപ്പോഴും ആമേൻ, സ്തോത്രം, പല അഭിഷക്തന്മാർക്കും പറ്റുന്ന കാര്യം ഇതാണ്. ഏലിയാവ് പോയെങ്കിൽ മാത്രമേ ആമേൻ, സ്തോത്രം, ചില വിടുതലുകൾ സംഭവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഏലിയാവ് പോകേണ്ട സ്ഥലത്ത് വേറൊരു മനുഷ്യനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ഗേഹസിയെ എലിശ പറഞ്ഞയക്കുമ്പോൾ ഗേഹസിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എലിശയ്ക്ക് പോയേ ചെയ്യാൻ കഴിയൂ. അതുപോലെ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, നിങ്ങളിൽ കൂടെ, നിങ്ങളുടെ കരത്തിൽ കൂടെ ചില അത്ഭുതങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്യാൻ പോകുക. കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ സകല അഭിഷക്തന്മാരെയും, അഭിഷക്തന്മാരെയും, പിതാക്കന്മാരെയും, മാതാക്കന്മാരെയും, കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബലം കൊടുക്കണമേ. വാഹനങ്ങളിൽ രക്തം കൊണ്ട് മുദ്രയിടണം. സകല സഭകളെയും ദൈവം സൂക്ഷിക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാരെയും കുടുംബത്തെയും ദൈവം പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കൽ നന്ദി, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ.